ഞങ്ങളുണ്ടല്ലോ ഒരു വഴിക്ക് ഇങ്ങനെ പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് പായസം കണ്ടത്. അപ്പം ഇക്കാക്ക് പായസം വേണമെന്ന് പറഞ്ഞാൽ ഇക്ക വണ്ടി നിർത്തി. ഋഷു പറഞ്ഞു എനിക്ക് ഉപ്പിലിട്ടത് മതി പറഞ്ഞു. ഓൻ അത് വാങ്ങാൻ പോയിട്ടോ. എനിക്കപ്പോൾ പായസം കുടിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇക്ക വാങ്ങണണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു ഇളനീർ പായസം വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ചൂടാണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് കൂളാവാന്ന് വിചാരിച്ചു. ഞാൻ ഇളനീർ പായസം വാങ്ങിയപ്പോൾ ഇക്ക തന്നെയാണ് കേട്ടോ വാങ്ങിയത്. അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋഷു ഒരു പൈനാപ്പിളും വാങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഓന് പായസം പ്രത്യേകിച്ച് മധുരത്തിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഓൻ എപ്പോഴും ഉപ്പിലിട്ടതാണ് ക്രൈസ്. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത്. അപ്പോൾ പായസത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എന്നാൽ കുഴപ്പമില്ല. അങ്ങനെയാണ്. പൈനാപ്പിൾ നല്ല അടിപൊളിയായിരുന്നു. കാറ് നിറച്ചും അതിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സിൻഡിക്കേറ്റ് മാളിൽ എത്തിട്ടോ. ഒരു മൂവി കാണാൻ വന്നതാണ്. സൺഡേ ഒരു ഔട്ടിങ് ഇല്ലെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല അല്ലേ. അപ്പം ഇന്ന് വേറൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മൂവി കാണാൻ വന്നതാണ്. ആലപ്പുഴ ജിംഖാന കാണാനാണ് കേട്ടോ ഞങ്ങൾ വന്നത്. തിയേറ്ററിൽ എത്തിയാൽ പിന്നെ പോപ്കോണും ചായയും മസ്റ്റാണ്. അപ്പം ഇന്ന് പായസം കുടിച്ചതുകൊണ്ട് എനിക്ക് ചായ കുടിക്കാനൊരു മൂഡില്ല കേട്ടോ. ഇക്കയാണ് ചായ വാങ്ങിയത്. എനിക്കാണെങ്കിലും ഋഷുവിനാണെങ്കിലും ഇവിടുത്തെ പോപ്കോൺ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ 2 പോപ്കോണൊക്കെ തിന്ന് പോണത് കാരണം തന്നെ രാത്രി പിന്നെ ഡിന്നറൊന്നും കഴിക്കൂല കേട്ടോ. വയറ് വീർത്തിട്ടുണ്ടാവും. അപ്പം ഞാനിരിക്കുന്ന ആ സൈഡിലും ഈ സൈഡിലും ഓരോ പോപ്കോൺ. അപ്പോൾ എനിക്ക് ഏതെന്ന് വേണമെങ്കിലും എടുക്കാറുണ്ട്. ഋഷുവിൻ്റെ പോപ്കോൺ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുകയാണ് ഇമ്മ എൻ്റെ പോപ്കോൺ എടുക്കണ്ട, അമ്മാൻ്റെ പോപ്കോൺ തിന്നാൽ മതി. മൂവി നല്ല രസമുണ്ടായി കേട്ടോ. എനിക്കിഷ്ടമായി. പിന്നെ ഇൻ്റർവെല്ലിന് പോപ്കോണും ചായയൊക്കെ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. ഋഷു ആണെങ്കിലും ഇക്കയാണെങ്കിലും തിയേറ്ററിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ. ഇത് വീട്ടിൽ നമ്മൾ നേരെ തിരിച്ചാണല്ലോ.